ഞാൻ തന്നെ പറ്റി ഓർത്തോണ്ടിരുന്നപ്പോ തന്നെയാണല്ലോ വിളിച്ചത്. എന്താ ഉണ്ണേട്ട ഇത്? എന്തു പറ്റി? അപ്പൊ ഉണ്ണേണ്ണ അറിയാതെയാണോ കണ്ണേൻ ഇങ്ങോട്ട് വന്നത്? കണ്ണേട്ട അവിടെ വന്നു? ആ, എനിക്ക് തോന്നി ഉണ്ണിയേട്ടൻ പോലും അറിയാതെ കണ്ണേട്ടൻ എടുപ്പത് സ്വർണ്ണമായിട്ട് വന്നിരിക്കുവാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കരുണേ. ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോ സ്ത്രീധനം കൊടുക്കുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരാ. ഇവിടത്തെ ഉണ്ണേട്ടന്റെ ഏട്ടൻ 100 പവനുമായിട്ട് വന്നിരിക്കുക ലക്ഷ്മിക്ക് കൊടുക്കാൻ. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോ? നേരെ ജ്വല്ലറിയിൽ നിന്നും കണ്ണേൻ ഇങ്ങോട്ട് വന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ണേട്ടനും കൂടി അവകാശപ്പെട്ടതല്ലേ? അങ്ങനെയുള്ളപ്പോ സ്വർണവും പണമൊക്കെ ഈ രീതിയിൽ ദൂർത്തടിക്കുന്നത് ശരിയാണോ? ഒരു വീടാവുമ്പോ എല്ലാവരോടും ആലോചിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് കോടിക്കണക്കിന് ആസ്തി ഉള്ളതുകൊണ്ടേ ഈ പൊന്നും പണമൊക്കെ ഞങ്ങൾ മക്കളെടുത്താലും ഞങ്ങളുടെ അമ്മ അതൊന്നും ചോദ്യം ചെയ്യാറില്ല. എന്നാൽ ഇനി മുതലേ അതിനൊരു മാറ്റം വരണം. ഈ സമ്പത്തൊക്കെ നശിച്ചു പോവാനേ നിമിഷ നേരം മതി. പ്രത്യേകിച്ച് ഇതുപോലെ ധൂർത്തടിച്ചു കളഞ്ഞ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. വെക്കട്ടെ ഉണ്ണേട്ട? ആ ശരി. എന്താടാ മോനെ? കരുണയെ വിളിച്ചത്. കണ്ണേട്ടൻ 100 പവൻ സ്വർണ്ണമായിട്ട് അങ്ങോട്ട് പോയെന്ന്. അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരാളെ ഒരുത്തി കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലോ. അതിനുള്ള പാരിതോഷികമായിരിക്കും കൊടുക്കുന്നത്. അവൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവന്റെ സകല സ്വത്തുക്കളും അവള് കൈക്കലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അവള് സാമർഥ്യക്കാരിയാണെങ്കിലേ അതിനേക്കാളും സാമർഥ്യം എനിക്കുണ്ട്. എന്തായാലും ഇനി കല്യാണം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കല്യാണം കഴിയട്ടെ, അതിനുശേഷം അവളെ ഞാൻ ഇവിടെ ഇട്ട് നട്ടം തിരിപ്പിച്ചോളാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.